السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين أما بعد. صلاة الإشراق ഇഷ്റാഖ് നിസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് അവന് ആരാധിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുന്നു. മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും അവൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ സ്മരണയിൽ ആയിരിക്കണം. അതുകൊണ്ട് അല്ലാഹു തആല മുസ്ലിമീങ്ങളായ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചു. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ അസ്സലവാത്തുൽ ഖംസ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് 5 വഖത്ത് നിസ്കാരമാണ് എന്ന് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു. മാത്രവുമല്ല, വഅവ്വലു മാ യുഹാസബു ബിഹി യൗമൽ ഖിയാമത്തി അസ്സലവാത്തുൽ ഖംസ്. നാളെ ഖിയാമത്ത് നാളിൽ മനുഷ്യനോട് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നതും 5 വഖത്ത് നിസ്കാരത്തെക്കുറിച്ചിട്ടാണ്. ഈ ഫറലായ 5 വഖത്ത് നിസ്കാരം ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്, ചെയ്തു തീർക്കൽ കട്ടായമാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതോടുകൂടെ ധാരാളം സുന്നത്തായ നിസ്കാരങ്ങളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. സുന്നത്തുകളുടെ കൂട്ടത്തിൽ അതിപ്രധാനമായ സുന്നത്ത് നിസ്കാരങ്ങളാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, അഥവാ 5 വഖത്ത് ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവും നിസ്കരിക്കേണ്ട നിസ്കാരങ്ങളാണവ. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ഇനിയൊരു സന്ദർഭത്തിൽ നമുക്ക് വിവരിക്കാം. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ അല്ലാതെ വേറെയും കുറേ സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്ക് ശർഅ് പഠിപ്പിക്കുന്നുണ്ട്. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ അതിപ്രധാനമായതും ശ്രേഷ്ഠമായതും ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങൾ ആയതുപോലെ സുന്നത്തായ കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരങ്ങളാണ്. ആ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഒരു നിസ്കാരമാണ് സ്വലാത്തുൽ ഇഷ്റാഖ്, ഇഷ്റാഖ് നിസ്കാരം. ഇഷ്റാഖ് നിസ്കാരം എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ അത് ഇഷ്റാഖും ളുഹായും ഒന്ന് തന്നെയാണോ അല്ല രണ്ടാണോ, അത് വേറെ വേറെയാണോ എന്ന വിഷയത്തിൽ ചില അഭിപ്രായങ്ങളുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു, അതുപോലെ അവരെ പിന്തുടർന്ന മഹത്തുക്കളും അങ്ങനെ നിരവധി ആളുകൾ പറയുന്നത് സ്വലാത്തുൽ ഇഷ്റാഖ് എന്നത് വേറെ തന്നെയാണ്, സ്വലാത്തുൽ ളുഹ നിസ്കാരം വേറെ തന്നെയാണ് എന്നതാണ്. അങ്ങനെ ഇഷ്റാഖ് നിസ്കാരം വേറെയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സമയം എപ്പോഴാണ്? സമയം സൂര്യൻ ഉദിച്ച് 7 മുളം ഉയർന്നതിൻ്റെ ശേഷമാണ് അതിൻ്റെ സമയമാകുന്നത്.
സൂര്യൻ ഉദിച്ച് നമ്മളുടെ ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ സാധാരണ ഒരു 7 മുഴം മേലെ വന്നിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ സമയം ആയി. ളുഹാ നിസ്കാരത്തിൻ്റെ സമയവും അത് തന്നെയാണ്. എങ്കിൽ ളുഹാ നിസ്കാരത്തിൻ്റെ സമയം ഉച്ചവരെ നീണ്ടു നിൽക്കുന്നുണ്ട്. ഇഷ്റാഖ് നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ച് 7 മുഴം ഉയർന്ന ഉടനെ അതിൻ്റെ സമയമാവുകയും പെട്ടെന്ന് ആ 2 റക്അത്ത് അവൻ നിസ്കരിച്ചാൽ അതോടുകൂടെ അതിൻ്റെ സമയം തീരുകയും ചെയ്യുന്നു എന്നതാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇഷ്റാഖ് നിസ്കാരം 2 റക്അത്താണ്. 2 റക്അത്ത് മാത്രമാണ് ഇഷ്റാഖ് നിസ്കാരം ഉള്ളത്. ആ ഇഷ്റാഖ് നിസ്കാരത്തിൻ്റെ സമയം നമ്മൾ മനസ്സിലാക്കി എങ്കിൽ ആ ഇഷ്റാഖ് നിസ്കാരം നിസ്കരിക്കേണ്ടത് ഇഷ്റാഖിൻ്റെ 2 റക്അത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈകെട്ടി ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിയതിൻ്റെ ശേഷം സൂറത്തുന്നൂറിലെ 35-ാമത്തെ ആയത്ത് അല്ലാഹു നൂറുസ്സമാവാതി വൽ അർളി മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജത്തിൻ الزجاجة كأنها كوكب ذري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. സൂറത്തുന്നൂർ 35-ാമത്തെ ആയത്ത്. ഇത് ഓതണം എന്നതാണ് സലാത്തുൽ ഇഷ്റാഖിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത്. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിൻ്റെ ശേഷം ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത് يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. സൂറത്തുന്നൂറിൻ്റെ 36-ാമത്തെയും 37-ാമത്തെയും 38-ാമത്തെയും ആയത്തുകൾ. ഇത് 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതണം എന്നതാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ അത് ഓതാൻ അറിയില്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സൂറത്ത് ഓതാം. അത് കുറേന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് ആ ആയത്ത് പെട്ടെന്ന് മനഃപ്പാഠമാവും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയാൽ ഇഷ്റാഖ് നിസ്കാരമായി. അപ്പോൾ ഇത് നിസ്കരിക്കാനുള്ള വഴി പറയുന്നത് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഇരുന്ന് അവൻ സാധാരണ ചെല്ലുന്ന ദിക്റുകളും തസ്ബീഹുകളും അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. അങ്ങനെ അതിൻ്റെ സമയം കാത്തു നിൽക്കണോ. സുബ്ഹി നിസ്കരിച്ചിട്ട് ഉറങ്ങാനല്ല പറയുന്നത്. സുബ്ഹി നിസ്കരിച്ചിട്ട് ഇരുന്ന് അവൻ്റെ സാധാരണ പതിവിൽ ചെല്ലുന്ന സ്വലാത്തുകളുണ്ടാവും, ദിക്റുകളുണ്ടാവും. അതുപോലെ ഖുർആൻ സാധാരണ സുബ്ഹി നിസ്കരിച്ചിട്ട് അവൻ ഓതുന്ന ഒരു കണക്കുണ്ടാവും, 1 ജുസ 2 ജുസ. അങ്ങനെ അതിങ്ങനെ ഓതിയിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ കാത്തു നിൽക്കാം. എന്നിട്ട് ആ സൂര്യൻ കുറച്ച് മേലെ വരണം, അഥവാ നേരത്തെ പറഞ്ഞതുപോലെ 7 മുഴം മേലെ വരണം. ഇപ്പം സമയം കണക്കാക്കുകയാണെങ്കിൽ സാധാരണ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ സമയമായി. സൂര്യൻ ഉദിച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞാൽ
ഇഷ്റാഖ് നിസ്കാരത്തിൻ്റെ സമയമായി. അങ്ങനെ എന്താക്കുക, ആ സമയം കാത്തു നിന്ന് നിസ്കരിക്കണം എന്നതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെയും എന്താക്കുക, കുറച്ചും ഖുർആൻ ഓതുക. ആ ഖുർആൻ ഇങ്ങനെ അതെത്ര ഓതണം, അത് സാധാരണ അവൻ ഓതുന്ന ഒരു ആദത്തുണ്ടാവും. അല്ലെങ്കിൽ ഒരു പകുതി ജുസ് എങ്കിലും, അര ജുസ് എങ്കിലും ഓതുക, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഓതുക. അതാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇഷ്റാഖ് നിസ്കാരം എന്നത് പ്രധാനപ്പെട്ട ഒരു സുന്നത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഈ നിസ്കാരം ഒരാൾ നിർവഹിച്ചു പോന്നാൽ അവന് ധാരാളം ഫളായിലുകളുണ്ടെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് സുബഹി നിസ്കരിച്ചിട്ട് അത്രയും നേരം ഉറക്കഴിയണമല്ലോ എന്നതുണ്ടാവും. പക്ഷെ സുബഹി നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ലാത്ത സമയമാണ്. ആ സമയത്ത് ഉറങ്ങരുത്. സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം വലിയ ബറക്കത്തുള്ള സമയമാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് ദിക്റുകളും തസ്ബീഹുകളും സ്വലാത്തുകളും ഖുർആനോത്തുമായ നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെടണം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ആ സമയത്ത് ഉറങ്ങൽ കറാഹത്താണ്. മാത്രമല്ല ജീവിതത്തിലെ എല്ലാ ബറക്കത്തുകളും നഷ്ടപ്പെടും. അതുകൊണ്ട് ദാരിദ്ര്യം വന്നുകൂടുമെന്നെല്ലാം മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങാതെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരിക്കുക. അത് വെറുതെ ഇരിക്കുന്നതല്ല, ദിക്റുകളിലും തസ്ബീഹുകളിലും ഏർപ്പെടാം. അങ്ങനെ ആ സമയം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചിട്ട് 20 മിനിറ്റ് ആയാൽ ഇഷ്റാഖ് നിസ്കാരം നിസ്കരിക്കുക. അത് ബഹുമാനപ്പെട്ട സൈനുദ്ദീനിൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കിയ എന്ന ഗ്രന്ഥത്തിൽ നമ്മെ വളരെയേറെ ഓർമ്മപ്പെടുത്തുന്നു. ഹത്താ ഇദാ ശംസും ബദത് കറുമൈഹിന സ്വല്ലാ ലി ഇഷ്റാഖിൻ വഖുർആനൻ തല ഹിസ്ബൻ ഫഅക്സറ ബിത്തിആലിൻ മഅദബ് വഹുദൂരി ഖൽബിൻ ഖാശിഅൻ വമുറത്തിലാ. അപ്പം സൂര്യൻ ഉദിച്ചിട്ട് ഒരു കുന്തത്തിൻ്റെ അത്ര മേലെ വന്നാൽ എന്ന് പറഞ്ഞാൽ ഒരു 7 മുളം മേലെ വന്നാൽ സ്വല്ലാലി ഇഷ്റാഖിൻ, ഇഷ്റാഖ് നിസ്കാരം നീ നിസ്കരിക്കുക. വ ഖുർആനൻ തല, നീ ഖുർആൻ ഓതുകയും ചെയ്യുക. ഇഷ്റാഖ് നിസ്കരിച്ചതിൻ്റെ ശേഷവും കുറച്ചു നേരം ഖുർആൻ ഓതണം എന്നതാണ്. എത്ര ഓതണം? ഹിസ്ബൻ, ഒരു ഹിസ്ബ് ഓതണം. ഫഅക്സറ, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഓതണം. ഒരു ഹിസ്ബ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ജുസ്ഇൻ്റെ പകുതിയെങ്കിലും, അപ്പോൾ അര ജുസ് എങ്കിലും നീ എന്താക്കണം, ഇഷ്റാഖ് നിസ്കരിച്ചിട്ട് ഇരുന്നിട്ട് ഖുർആൻ ഓതണം. അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതൽ ഓതണം. ബിത്തിആലിൻ മഅ അദബ്, ആ ഖുർആനിൽ പറഞ്ഞതായ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഓതണം, അദബോടുകൂടെ ഓതണം. വഹുദൂരി ഖൽബിൻ, ഹൃദയ സാന്നിധ്യത്തോടുകൂടെയും ഓതണം. ഖൽബിൻ്റെ ആ ഖുർആനാണ് ഇത് എന്ന നിലക്ക് ആ ഖുർആനിൽ മാത്രം ചിന്ത കേന്ദ്രീകരിച്ച് ഓതണം, എവിടെയെങ്കിലും ചിന്തിച്ചിട്ട് ഓതുകയല്ല. അതുപോലെ ഖാശിഅ, ഖുശൂഓടുകൂടെ ഭയഭക്തിയോടുകൂടെ ഖുർആൻ ഓതണം. മുറത്തില, തർത്തീലായിട്ടും ഖുർആൻ ഓതണം. തർത്തീലായിട്ട് ഓതുക എന്ന് പറയുമ്പോൾ ഓരോ അക്ഷരങ്ങളും എവിടെ നിന്നാണ് വരേണ്ടത് അതിൻ്റെ മഖ്റജുകളിൽ നിന്നെടുത്ത് ആ ഖുർആൻ നല്ല ശൈലിയിൽ തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ച് കഴിവിൻ്റെ പരമാവധി അക്ഷരങ്ങൾ അതിൻ്റെ മഖ്റജുകളിൽ നിന്ന് ഉച്ചരിച്ചു കൊണ്ട് വളരെ സാവധാനത്തിൽ ഓതേണ്ടതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന സുന്നത്ത് നിസ്കാരം അതുണ്ടെന്ന് നാം മനസ്സിലാക്കി ഈ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. പ്രത്യേകിച്ച് നമുക്ക് അങ്ങിങ്ങൊന്നും ഓടാനും പോവാനും ഇല്ലാത്ത ഒരു അവസരമാണ് ഈ റമദാന്. അപ്പോൾ ഫ്രീ ആയിട്ട് ധാരാളം സമയങ്ങളുണ്ട്, നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇതുപോലെയുള്ള മറ്റ് വിഷയങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് ഖൽബിനെ ശുദ്ധിയാക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരാൾ
നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ കൽബിന് ശുദ്ധി കിട്ടും, കൽബ് ശുദ്ധിയാവും. ഇന്നലെ പറഞ്ഞതുപോലെ കൽബിൻ്റെ രോഗം മാറ്റാൻ ഉതകുന്ന ഒന്നാണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യൽ. അതിനാണ് സുബഹി നിസ്കരിച്ചിട്ട് ഇരുന്നിട്ടും ഖുർആൻ ഓതാ, ശേഷം ഇഷ്റാഖിൻ്റെ നിസ്കാരത്തിൻ്റെ സമയമായാൽ ഇഷ്റാഖ് നിസ്കരിക്കുക, പിന്നെയും കുറച്ചും ഖുർആൻ ഓതാന്ന് പറഞ്ഞത്. അപ്പോൾ കൽബ് ശുദ്ധിയായി, കൽബ് ലംഘി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.